ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോർ ഫൺ അൺലിമിറ്റഡ് ഫോർ ഫണ്ണിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. സോ ഞാൻ ഇന്നുള്ളത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ വേൾഡ് പാർട്ട് നമ്പർ തേർഡ് ആയിട്ടാണ്. സോ നമ്മുടെ കയ്യിൽ ബിക്കോസ് ഇന്ന് ഞാൻ മാത്രമുള്ള ഒറ്റക്കാണ് ഞാൻ. സോ ഞാൻ ഒന്ന് ഒറ്റക്കാണ് കേട്ടോ. സോ എന്തായാലും ഞാൻ എന്നിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒറ്റക്ക് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ബിക്കോസ് നമുക്കൊരു വീട് ഉണ്ടാക്കണം. എനിക്ക് വേണ്ടിയല്ല, ഒരു വീട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയും. ബിക്കോസ് ഇപ്പോൾ കണ്ടാവും നമ്മളിപ്പം വീട്ടിൻ്റെ ഉള്ളിൽ ഇത് വെക്കെങ്കിലും നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം അല്ലേ ഈ ചെസ്റ്റെല്ലാം വെക്കാൻ ഉണ്ടാവും. നമ്മൾ കുറച്ചാളായിട്ട് കളിക്കുമ്പോൾ. സോ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു വീട് സെറ്റാക്കാൻ നോക്കാം. നമ്മളുടെ ഇതുണ്ട് മൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ചെറുങ്ങനെ പോവാം. ഇവിടെ എവിടെയും ഒരു ഹോളില്ല, അതിനാൽ മൈനിങ് ഏരിയ പോയാലും നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒരു വില്ലേജ് ടൈപ്പ് വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ വീട്ടിൽ നമുക്ക് തന്നെ ആകുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഔട്ട്പുട്ട് ആയിരിക്കും അതാണ്. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ മൈനിങ് ആണ്, ഞാൻ കുറച്ച് മൈൻ ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ എനിക്ക് കുറച്ച് അധികം വീട് വേണം. കോപ്പർ സ്റ്റോൺ അതൊക്കെ നമ്മൾ ഈ പിക്കാക്സ് പൊട്ടെന്ന് പറഞ്ഞാൽ മൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, കോൾ കിട്ടി. കോൾ നമുക്ക് തൽക്കാലത്തേക്ക് മൈൻ ചെയ്യാൻ വരും. ഞാൻ കോൾ നമുക്ക് തുറന്നിട്ടെ. സോ കോൾ ഞാൻ മൈൻ ചെയ്യുന്നില്ല, ബിക്കോസ് കോൾ ഞാൻ മൈൻ ചെയ്യുന്നില്ല. ബാക്കി ഞാൻ മൈൻ ചെയ്യാം. ഇത് പറഞ്ഞാൽ ഞാൻ മൈൻ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. ആദ്യം പോയി സ്റ്റക്കായില്ലേ, ഫുഡില്ല കേട്ടോ, ഐറ്റംസ് ഉണ്ട്. സോ ഒരു ലീഷുണ്ട് നമ്മൾ മറ്റേ ഒരു വില്ലേജിന് എടുത്ത്. ആ വില്ലേജിൽ ഞാൻ ഒരു കൂട്ടിലാക്കിനടാ. ആ കൂട് നമുക്കൊക്കെ അവിടെ ഒരു കൂടുണ്ട്, നമുക്ക് നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. വില്ലേജർ അങ്ങനെ ഉണ്ടാവൂലേ, ഉണ്ടാവണ്ടേ. തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ഹോൾട്ട് കൊടുക്കാം. യെസ് ഉണ്ട്. സോ തൽക്കാലം പൂട്ടി വെക്കാം. ഫുഡില്ല കേട്ടോ, ഈ ഫോഴ്സിൽ ഞാൻ ഡെഡാവില്ല. അല്ല തിന്നണ്ടല്ലേ, ചുമ്മാ റിസ്ക് ഒക്കെ അറിയാം ഡെഡാവും. പിന്നെ ഞാൻ റിസ്ക് എടുക്കും പൊട്ടണേ. സോ സൗണ്ട് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് അത് എനിക്കിപ്പം അങ്ങനെ ഇപ്പം നമ്മളെ ടോട്ടൽ 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ 22 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ 22 വേറെ കുറച്ചും കൂടി കോബിൾ സ്റ്റോൺ വേണ്ടത്. ഇതാണ് കുറച്ച് അധികം വേണ്ടത്. നമുക്കൊരു സ്റ്റാക്കാക്കി വെക്കാം അല്ലേ, സ്റ്റാക്കാക്കി വെക്കാം. തൽക്കാലത്തേക്ക് നമ്മളൊരു സ്റ്റാക്കാക്കി വെക്കുന്നുണ്ട്. ഒരു സ്റ്റാക്കാക്കി വെക്കുന്നുണ്ട് തൽക്കാലത്തേക്ക്. ഇതും നമുക്ക് വേണം. ജസ്റ്റ് നമ്മൾ കുറച്ച് ഐറ്റംസ്, വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കണേ, അല്ലെങ്കിൽ ഞാൻ ഡെഡാവുന്നില്ല. വേൾഡ് ഡെഡായ പിന്നെ കാര്യമില്ല, കളിയായിരുന്നു. എൻ്റെ കയ്യിലെ വേൾഡ് ഇല്ലത്, അതിനാലാണ്. ഓക്കെ, ഡെഡാവട്ടെ. ഐ തിങ്ക് ഈ ബീഡീസ് കുറച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഐ തിങ്ക് അത് വെക്കട്ടെ. കോബിൾ സ്റ്റോണെല്ലാം ഇങ്ങോട്ട് പോട്ടെ, കോബിൾ സ്റ്റോണിന് ആവശ്യമില്ല. ഓക്കെ, അത് ഡേർട്ട് വേണ്ട, ഡേർട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പിന്നെ വന്നിട്ടെടുക്കാം. ഇത് മതി. ഇത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കണം, ബിക്കോസ് അതാണ് ഞാൻ വെക്കുന്നില്ല. ബിക്കോസ് അവനിനി എങ്ങനെ ഇതുണ്ടാക്കിയാലോ, ഇത് ഞാൻ ഉണ്ടാക്കണം. എനിക്ക് വേണം, എനിക്ക് മസ്റ്റായിട്ട് എന്തായാലും ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഹെൽത്ത് അത്ര മതി. നമുക്കെന്തായാലും ഒരു കുറച്ച് നമ്മൾ ഒരു ഏരിയ നമ്മൾ സെറ്റാക്കിനി. ഒരു ഏരിയ ആയിട്ട് നമ്മളിവിടെ ഒരു വെള്ളത്തിൻ്റെ ഏരിയ ഉണ്ട്. ഒരു ഏരിയ പോലെ ഞാൻ സെറ്റാക്കി എടുത്തിന് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം. സോ ഇതാ ഇവിടെ വെക്കാം. ഞാൻ ഇവിടെ വെച്ചോ വെച്ചുണ്ടാവും. നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു 4 ബ്ലോക്കുകൾ പോലെ 1 2 3 4 ആയി. നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇവിടെ 1 2 3 തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ മതി. നമ്മളൊരു ഇത് സെറ്റാക്കണം. നമുക്ക് ഇവിടെ നിന്ന് അയ്യോ 1 2 3 4 ഇങ്ങനെ മതി. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. ഇവിടെ ഇട്ടല്ലേ, ഇവിടെ ഇട്ടാ, ഇവിടെ നിന്ന് ഇവിടെ ഇട്ടാ, ഇവിടെ നിന്ന് ഈ വീട്ടിൽ ഇവിടെ എല്ലാം 2 3 4. ഇതാണ് നമുക്ക് എന്തായാലും അടിയത്തുനിന്ന് സെറ്റാക്കാം. സോ അടിയിലത്ത് തൽക്കാലത്തേക്ക് സെറ്റാക്കി. ഇനി സോ ഒരു ബേസ്മെൻറ്റ് പോലത്തെ സംഭവമായി. നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള വഴി വേണം. ഞാൻ ഈ ബേസ്മെൻറ്റ് ഷഡാസിൻ്റെ വീടുമായിട്ട് ഞാൻ അതൊന്ന് കൂട്ടിച്ചേർക്കാം, അതായിരിക്കും ബെറ്റർ. നൈറ്റ് ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല. എൻ്റെ മൈനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടു ഇത് ഷഡാസിന് നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ വീടാക്കുന്നതാണ്. സോ ഒരു കുറച്ച് തിങ്ക് ഇന്ന് തന്നെ നമ്മൾ ഇന്ന് ഞാൻ കൂടുതൽ ദിവസം എടുക്കുന്നുണ്ട്. ഈ ഡേ തന്നെ അടുത്ത വീഡിയോ എടുക്കുന്നുണ്ടാവും. 5th എപ്പിസോഡ് അല്ല 4th എപ്പിസോഡും ഷഡാസ്. സോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷഡാസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യണം. സോ അതിനാലാണ് അവിടെ എന്തോ
യാടാ എന്നാ വീട്ടിലിൻ്റെ ഹാഫ് ഇവിടെ എൻ്റെ ഹെൽത്ത് പോയടാ. ഞാൻ സോംബി കഴിച്ച് ഫൈറ്റ് ചെയ്യുന്നില്ല അങ്ങനെ കേട്ടോ. പോളാ വീട് എൻ്റെ ഹെൽത്തും പോയി. അയ്യോ ഗൈസ് അത് കണ്ടാ ഗൈസ് എൻ്റെ പേടി പോയി. ഹാർഡ് കോർ വേൾഡാണേ. എന്തായാലും നമുക്ക് നമ്മൾ 3 ഹെൽത്ത് എൻ്റെ 3 ഹാവ് പോയി സോംബി ഫൈറ്റ് ചെയ്തിട്ട്. അതിനാൽ നമുക്ക് ഇവിടെ തൽക്കാലത്ത് പിന്നെ ടോട്ടൽ 4 ഹൈറ്റ് അല്ല, നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇത് വെക്കേണ്ടി വരും വുഡ്. അത് കഴിഞ്ഞു. സോ നമുക്കൊരു കുറച്ച് വുഡ് കളക്ട് ചെയ്യേണ്ടി വരും. സോ വുഡ് കളക്ട് ചെയ്യാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് അടിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബിൽഡ് ചെയ്യാൻ കാണിക്കണം, ബിൽഡ് ചെയ്യാൻ കാണിക്കാമല്ലേ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അതേ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരിക്കും നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം. സ്റ്റോറേജ് സിസ്റ്റത്തിൽ കുറച്ചധികം ഐറ്റംസ് ഞാൻ വെക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെ മനുഷ്യൻ ഇത്തിരി സൈഡ് ഡേഞ്ചർ കുലങ്ങാൻ മതിയാവില്ല, കുറച്ചും കൂടി പദം കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോട്ടൽ എൻ്റെ കയ്യിൽ 14 വുഡായി. 15 കേട്ടോ. അത് നമുക്ക് 15 യെസ് 15 15 ഇവിടെ വന്നിട്ട് 15 വുഡായി ടോട്ടലി. അവിടെ ഒരു ബേസ്മെൻറ്റുകൾ സെറ്റാക്കാൻ നമുക്ക് ഇവിടെ നിന്ന് നമുക്കെല്ലാം മാറ്റണം. സോ ഇതാണ് സ്പോൺ ഏരിയ. സോ നമുക്ക് കുറച്ച് ചെറിയ ഡെവലപ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ഇത്ര പോലെ നമുക്ക് അവിടെ ഞാൻ ഒരു ഇത് കാണിച്ചല്ലോ, ഒരു വില്ലേജിൻ്റെ വീട് പോലെയാണെന്ന് പറയുന്നില്ല. ഫുള്ളായിട്ടൊരു വില്ലേജിൻ്റെ വീട് പോലെയല്ല. മര്യാദക്കൊന്നും വില്ലേജ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പോക്കില്ല, വില്ലേജ് ഞാൻ പോക്കില്ല. ക്രിയേറ്റീവിലാണ് കൂടുതലും പോയിട്ടുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ പോയിട്ടുള്ളൂ. ജസ്റ്റ് ഡോൺ നീഡ് ടു. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് കാര്യമില്ല. ഇവിടെ നമ്മൾ ഞാൻ അവിടെ അടിയിൽ എന്തിനാ ബിൽഡ് ചെയ്തത്? അടിയിൽ അങ്ങനെ കിട്ടല്ലേ, അടിയിൽക്കട്ടെ. ഇവിടെ നമ്മൾ ഇവിടെ ശരിയാക്കാം, ഇത് ശരിയാക്കാം. ഇവിടെ നടുക്ക് ഇവിടെ കാണണം. ഇവിടെ 2 വാതിൽ വെക്കാം. ഇതിപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 6 ഉണ്ട്. 6 ഇപ്പോൾ 6 വെക്കാം. അവിടെയും ഇത് മതി. ഇത് 2 ഇപ്പം ഒരു 2 ബ്ലോക്ക് ഹൈറ്റാണ് വാതിൽ ഉണ്ടാവുക. അതിനാൽ 2 ബ്ലോക്ക് ഹൈറ്റാണ് നമുക്ക് ഇവിടെയും വെക്കാം. ഇങ്ങനെ പോലെ ഇത് മതി. പോലെ അതുപോലെ ഇവിടെ നിൽക്കട്ടെ. ഇത് നോക്കട്ടെ. നമുക്ക് പൂട്ടണം. മുകളിൽ പൂട്ടേണ്ട കാര്യമില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് പോലൊന്നും വേണ്ട. തൽക്കാലത്തേക്ക് അത് മുകളിൽ കൂട്ടി വെക്കാം. ഇപ്പോൾ ഒരു സെറ്റായില്ലേ? ഇപ്പോൾ ഒരു വാതിൽ പോലെ നമുക്കിവിടെ സ്റ്റേ കേസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടെ സ്റ്റേ കേസ് ഉണ്ടാക്കാം. ഇതില്ല വുഡ് കൊണ്ടല്ല, വുഡ് കൊണ്ട് തന്നെ അതിങ്ങനെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ഇൻസൈഡ് പിന്നെ നോക്കാം അല്ലേ. ദാറ്റ് വിൽ ബി ഗുഡ്. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഹെൽത്ത് കുറവാണ്. അതും കഴിഞ്ഞു. സൂപ്പർ. ടർട്ടിലെല്ലാം നിന്ന് കളിക്കുന്ന നോക്കിയടാ ഫസ്റ്റ്. സോ നമ്മൾ വില്ലേജറിന് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിന്. നമുക്ക് വില്ലേജറിന് ആവശ്യം വിടും എന്തായാലും വിടും. നമ്മൾ തൽക്കാലത്തേക്ക് ഈ വുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് സംഭവം ചെയ്യും. സ്റ്റിക്കല്ലായില്ല, നമുക്ക് ഇത് ഉണ്ടാക്കാം. പിസ്റ്റണല്ലേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ വുഡ്? എന്തായാലും വുഡ് വേണം. അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഗൺ പൗഡർ എടുത്ത് ഗൺ മോസ്റ്റ്ലി കോബിൾസ് മതിയാവും. എനിക്കറിയാം കേട്ടോ. തൽക്കാലത്തേക്ക് നമുക്കൊരു ഇതുണ്ടാക്കണമല്ലോ. ഷവലല്ല റെഡി. ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, കുറച്ച് ഇതുണ്ട്. സാപ്ലിങ്സ് ഉണ്ട്. സാപ്ലിങ്സ് വളർത്തണമെങ്കിൽ ഐ തിങ്ക് ഇതല്ല വേണ്ടത്. ബോൺ മില്ല്. അതിന് ബോൺ വേണമെങ്കിൽ സ്കെൽട്ടൺ നമുക്ക് ഇവിടെ സ്കെൽട്ടൺ അധികം സ്പോൺ ആവില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് പട്ടികളുണ്ട്. പട്ടികൾക്ക് സ്കെൽട്ടനെ കണ്ടുകൂടാ. ബിക്കോസ് അവരെ എല്ലും കൂട്ടെടുക്കാൻ. അതിനാൽ പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോൾ സ്പോൺ ആവും. സോ എന്തായാലും നമുക്ക് മൈൻഡ് ചെയ്യാതെ ഈ മരം നോക്കട്ടെ. നമുക്കെല്ലാം നമ്മൾ ടോട്ടലി എല്ലാ മരം മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിൽക്കും. 21 കൂടി 21 പോരെ ശരിക്കും. 21 മതി. നമുക്കാണെങ്കിൽ അവിടെ ഒരു കോബിൾ സ്റ്റോണിൽ ലെയർ വലിച്ച് സാധനമാക്കാട്ടാ. 21 ഞങ്ങൾ കോബിൾ സ്റ്റോണിൽ ലെയർ ആക്കുന്നത്.
ടോപ്പിൽ 21 മതി എനിക്ക് 21. ഹായ് അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. ഫുഡില്ല ഫുഡ് കഴിക്കുന്നില്ല. ഹെൽത്ത് ഉണ്ട് 4 ഫുഡുള്ളൂ. കുക്ക് ചെയ്യണം. അതിന് ഫർണസ് ഉണ്ട്. ബട്ട് ഫർണസിൽ വുഡില്ല, ഇതില്ല. കോളുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ചെയ്യാനുള്ള ഒരു മൂടില്ല. അതാണ് ശരിക്കും ഇല്ലാത്തത്. ഇപ്പോൾ ഞാൻ ഇത്രയും നടന്നില്ല, തിരിച്ച് നടക്കണ്ടേ. അതാണ് എൻ്റെ മൂഡ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്. തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അവിടെ സെറ്റായി. ഇവിടെ ഹെൽത്ത് എനിക്ക് ഹെൽത്ത് ആവും പേടിയാവുന്നു. ഓക്കെ, അതും സെറ്റായി. സെറ്റ്. ഇനി നമുക്ക് ഹെൽത്ത് ഫ്ലോർ ചെയ്യണം. പിന്നെ ഇപ്പോൾ തന്നെ ഫ്ലോർ ചെയ്യാം. നമുക്ക് ഫുഡില്ല ടൈം ഫ്ലോർ ചെയ്യില്ല. പിന്നെ വുഡ് വേണം, എന്തിനെങ്കിലും ഞാൻ യൂസ് ചെയ്തു പോകും. സോ നമ്മളൊരു പിക്ചർ ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഏരിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില സ്റ്റോറേജ് ഏരിയാസ് എല്ലാം പോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ വീഡിയോ നമ്മൾ ഐ തിങ്ക് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ വേൾഡിൽ എടുത്ത് വെച്ചാൽ വീഡിയോയിൽ ഏറ്റവും ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. ബിക്കോസ് നമ്മൾ ഇതോടെ ഒരു വീഡിയോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ നിർത്തും. അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ. ബിക്കോസ് നമ്മളെന്തായാലും അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ ഷറാസിൻ്റെ വീഡിയോ എല്ലാം വീഡിയോ എടുക്കുന്നത്. ഐ തിങ്ക് 5 ഉള്ളൂ ഇനി. ഐ തിങ്ക് ഫുൾ ആവില്ല, ബട്ട് നോ പ്രോബ്ലം. സാൻഡ് വെച്ച് നമ്മൾ ബിൽഡ് ചെയ്യും. സാൻഡ് വെച്ച് നമുക്ക് സോ നമ്മളിപ്പം ഷറാസ് അവിടെ ബിൽഡ് ചെയ്ത സെയിം ടൈപ്പ് ഒരു വീട് പോലെയാണ്. ബട്ട് നമ്മൾ ഇത്തിരിയും കൂടി കുറച്ചും കൂടി ഇതാവുന്നതാണ്. നമ്മളൊരു ഇതെല്ലാം വരും. അതുകൊണ്ട് സെയിം ടൈപ്പ് വീട് എന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഓക്കെ അങ്ങനത്തെ ഒരു വീടാണ്. സോ ഒരു സ്റ്റോറേജ് സിസ്റ്റം പോലത്തെ ഒരു വീടാണ്. ഐ തിങ്ക് അവൻ ബിൽഡ് ചെയ്യാനൊക്കെ ഇത്തിരി വലുതാണ്. അതിൻ്റെ സെറ്റ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് സെറ്റാക്കാം. സോ അവിടം വരെ നമുക്ക് വീട് കിട്ടി. സോ അത് സെറ്റായി. സോ അയ്യോ ഞാൻ ഇവിടെ ഇത് പൊട്ടിക്കണമെങ്കിൽ നമ്മളെ കൈ പറ്റൂലല്ലോ. ഇത് വെച്ച് പൊട്ടിക്കുക. എന്തെങ്കിലും പിക്കാക്സും ഇല്ല അവിടെ. ഇത് വെച്ച് പൊട്ടിക്കാൻ കുറച്ച് ടൈം എടുക്കും. സ്വാഡ് നമുക്ക് നമ്മളത് കളക്ട് ചെയ്യുന്നു വേണ്ട. ബിക്കോസ് ഞാൻ എൻ്റെ ഇനിയൊരു സ്റ്റാക്കില്ല കഴിഞ്ഞു. ഹെൽത്ത് പോയി എൻ്റെ. അങ്ങനെ ഉണ്ടായ അവിടുത്തെ ഹാർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായ ഹാഫ് ഹെൽത്തും പോയി. അപ്പോൾ ഷീൽഡിലാണ് നമുക്ക് ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ എൻ്റെ ഒരു ചെറിയൊരു ബേസ് ഉണ്ട്. ആ ബേസ് നമുക്കവിടെ നിൽക്കട്ടെ തൽക്കാലത്തേക്ക്. ഞാനിപ്പം അവിടെയാണ്. പിന്നെ ഞങ്ങൾ സ്റ്റോറേജും കഴിഞ്ഞാൽ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. സ്റ്റോറേജിലേക്ക് ഷിഫ്റ്റ് ആവാനാ. നമ്മൾ നേരെ പോകുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ സാൻഡ് വെച്ച് സാധനം ചെയ്യട്ടെ. ഇവിടെ നമുക്ക് ഒത്തിരി ഒരു സാധനം ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മളത് ഷറാഫിൻ്റെ അതുമായിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അത് ചെയ്യാനായിട്ടില്ല. നമുക്കത് ഇങ്ങോട്ട് പോവാം. ഓക്കെ റീച്ച്ഡ്. ഇനി എങ്ങനെ ഞാൻ മാറ്റി വെച്ച തീർന്നു ഗൈസ്. വക്കലടാ ഒരു മിനിറ്റ്. ഞാൻ വെച്ചോളൂ. ഞാൻ സൂക്ഷിച്ച് വെക്കട്ടെ. കുറച്ചും കൂടി സൈഡ് പോയിട്ട് വെക്കാം. അങ്ങനത്തെ ഏരിയയിലായിരിക്കും ഞാൻ പൊട്ടതരം കാണിക്കുക. നമുക്ക് എൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഇത് ഡെഡ് ആവരുത്. എനിക്ക് പേടിയും ആവുമെന്ന് ചെറുങ്ങനെ. ബിക്കോസ് ഇനി വീഴുന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ വീഴും. ഐ തിങ്ക് അത് സെറ്റായി. അവിടെ സെറ്റായി. ഇനിയാണ് നമുക്ക് മറ്റേ ബിൽഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ ഇവിടെ ഒരു കോബിൾ സ്റ്റോണിൻ്റെ വാൾ പോലെ വേണം. അതങ്ങനെ ചെയ്യാം. കഴിഞ്ഞു. എന്തെങ്കിലും വെച്ചാൽ അതങ്ങനെ ബിൽഡ് ചെയ്ത് കളാൻ കഴിയും. ഇവിടെ എന്തെങ്കിലും വെക്കണം നമുക്ക്. അത് ഇവിടെ രണ്ടെണ്ണം വെച്ചു. അപ്പം സെറ്റ്. ഇവിടെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇവിടെ നോക്കുക. എന്നിട്ട് ആദ്യം ഞാൻ ഇവിടെ സ്കിൽസ് സൂപ്പർ ഹെൽത്ത് പോയി. സറവ് ഹെൽത്ത് വേണ്ട. അതിൻ്റെ ഹാർട്ടിലടാ 4 ഹെൽത്തുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ച് എങ്ങനെയെങ്കിലും ഹെൽത്ത് ഉണ്ടാക്കണം. അതുകൊണ്ട് കാര്യമില്ല. തൽക്കാലത്തേക്ക് റൂമിൻ്റെ ഉള്ളിലിരിക്കാം. സോ നമ്മൾ സ്ലീപ്പിംഗ് ദി സെക്കൻഡ് നൈറ്റ് ഓഫ് ദി വീഡിയോ. സോ അത് ഞാൻ വീഡിയോ എടുത്തിരിക്കാം. അപ്പം അവിടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇനി ഷറാഫ് ചെയ്യാനുള്ള നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അവിടെ എനിമീസ് ഒന്നും ഇല്ല. നമുക്ക് ഹാൻഡ് എനിമീസ് ഇല്ല. ദൂരം ഇത്തിരി ഒരു ഏരിയ നമ്മളൊന്ന് സെർച്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് എൻ്റെ ഐഡിയ. അപ്പോൾ ഞാൻ പേടിച്ച് വെച്ചിരുന്നു. സോ നമുക്ക് വേണം സ്റ്റേക്ക്
സ്റ്റിക്ക് കിട്ടി. നമുക്ക് ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് വേണ്ട, ഗ്ലാസ് നമുക്ക് പിന്നെ നോക്കാം. സ്റ്റിക്ക് നമുക്ക് ഇത്തിരി ഇതുണ്ടാക്കണം. നമ്മളെന്തായാലും അവിടെ അതിൻ്റെ ഉള്ളിൽ വുഡുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇത് വെക്കാം. കുറച്ച് ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് നമുക്ക് ഫുള്ളായിട്ട് കളക്ട് ചെയ്യാം. കുക്ക്ഡ് മീറ്റിന് ഉണ്ടാവുന്നതായിരിക്കും, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കുക്ക്ഡ് മീറ്റ് തിന്നാം. സോ ഗ്ലാസ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനി ഇങ്ങനെ അതിൻ്റെ മുകളിൽ കടും. ദാറ്റ്സ് ബാഡ്. സോ നമുക്ക് ഇനി ഈ വഴി ഇങ്ങനെ നമ്മളൊരു കുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് ഇത് ഈസിയാണ്. സോ അവിടെ നമ്മൾ 3 വെച്ചു. ഇവിടെ നമ്മൾ 1 5 വെച്ചാൽ ശരിയാവുക. അയ്യോടാ ഇവിടെ പോടാ, സൂപ്പറാ. താഴെ പോണ് അത് അത്രയും പോകൂലടാ. അത് ഞാൻ എൻ്റെ ഹെൽത്ത് ഇടയ്ക്കിടയ്ക്ക് കളയാൻ എനിക്ക് ഇഷ്ടം. ഞാൻ എൻ്റെ ഹെൽത്ത് വെക്കടാ. അവിടെ ഇനി ഞാൻ വീണ തീർന്നു, റിയലി തീർന്നു. ഇവിടെ എത്രണ്ണായി? താഴെ പോട്ടെ. 1 2 3 4 എണ്ണായി. ഇവിടെ 1 2 3 ഉണ്ടായിരുന്നു. ഓ പിടിച്ചു. അപ്പം ഇനി ഇതെന്ത് ചെയ്യും? ഇവിടെ എങ്ങനെ വെക്കണം? ഇതിങ്ങനെ വെക്കണം. ഒരു ബ്ലോക്ക് വെക്കാം അല്ലേ? അപ്പം സെറ്റായില്ലേ? നമുക്ക് നേരെ ഇത് നമുക്ക് കോബിൾ സ്റ്റോൺ പോരടാ. നമ്മളത് തൽക്കാലത്ത് കളയുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഐ തിങ്ക് ടൈം ആയി പോവാൻ. നമുക്ക് കുക്ക്ഡ് മീറ്റ് തിന്നാം, അല്ലെങ്കിൽ ഞാൻ ഡെഡ് ആകും. കോബിൾ സ്റ്റോൺ പോരാ തോന്നി, കോബിൾ സ്റ്റോൺ പോരായിരിക്കും. ഒരു കുറച്ചും കൂടി വേണം. നമ്മളെ കയ്യിലുള്ള കോബിൾ സ്റ്റോൺസ് എല്ലാം കഴിഞ്ഞു. 9 കുക്ക്ഡ് മീറ്റ് തിന്നറാ. ഞാൻ എൻ്റെ ഹെൽത്ത് നോക്ക്. എന്നാ ഹെൽത്ത് ഇല്ലാതെ ഈ ഹെൽമെറ്റ് എടുത്തിട്ട് പോകില്ല. മൈൻഡ് ചെയ്യണം, അത് കാര്യമില്ല. കുറച്ച് അധികം മൈൻഡ് ചെയ്യണം. അപ്പോൾ സൈഡ് പോയിട്ട് നമ്മളെ കോളിൻ്റെ ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ആദ്യം മൈൻഡ് ചെയ്തോളാം. ഒരു മൈൻഡ് ചെയ്ത് അപ്പോൾ കുറച്ച് അധികം കോൾ എടുത്താൽ കോൾ എന്നിട്ട് മൈൻഡ് ചെയ്യുന്നത് അത് കോളേ അത് കോളാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിലെ പുതിയ ഇഷ്ടായിട്ട് നമുക്ക് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാം. ഇവിടെ കുറച്ച് കോൾ സ്റ്റോൺ കയ്യിൽ ഇപ്പം ടോളിൽ എത്ര കോൾ സ്റ്റോണായി ചട്ടിക്ക് വേണം. കോൾ സ്റ്റോൺ ഒരു ഫാം അത് ഉണ്ടാക്കണം. പക്ഷേ കോൾ സ്റ്റോൺ ഒരു ഫാം ഉണ്ടാക്കണമെങ്കിൽ അത് ലാഭ പക്കറ്റ് വേണം, അത് മെയിൻ വേണം. പിന്നെ വെള്ളം മാത്രം പോരാ, കാരണം ഇതും ലാഭ വേണം. അതിനാൽ ഞാൻ കിട്ടാം. ഇത് വെള്ളം മാത്രം നമുക്ക് കുറച്ച് കാര്യം ഉണ്ടാക്കി വാട്ടർ മാത്രം കാട്ടി തൊട്ടടുത്ത് കുറേ അധികം അപ്പോൾ അവിടെ പോരാ. എനിക്ക് ഒരു സ്റ്റാക്കായ ഒരു സ്റ്റാക്കും പോയാ ഒരു സ്റ്റാക്കായി. ഓ ഞാൻ തുള്ളട്ടെ, പൊട്ടട്ടെ നേരെ ഒറ്റോട്ട ഇവിടെ ഏതെന്നുണ്ട്. സോ അവിടെ നമുക്കൊരു ഓക്കെ സൂപ്പറായി തോന്നുന്നുണ്ട്. കോബിൾ സ്റ്റോൺ അങ്ങനെ അത് റീപ്ലേസ് ചെയ്യും. നല്ല സുഖം. ഓക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ്. ഇവിടെ നിന്നല്ലേ ഇവിടുന്ന്. അയ്യോ ചെറുപ്പത്തിൽ അതല്ല നമ്മളെ മറ്റേ ഇതില്ലോണ്ട് പ്രശ്നമില്ല. അതല്ല അമ്മേ അവിടെ ഈ സോംബീസ് ചൂടായിട്ട് അവിടെ പോയി നിന്നാ. ഓക്കെ ഐ തിങ്ക് അയ്യോ ചമ്മി എന്നെ പിടിക്കുക. ഒരാളെ എത്തി മറ്റേയാൾക്ക് ചെറിയൊരു ഇതുണ്ട്. ചാലോ എന്താ വേണാടാ ഇവിടെ വന്നതാവാത്തെ അവനുണ്ട്. അവിടെ കുറച്ച് ഫുഡ് ആയി കളക്റ്റായി. സോ എങ്ങനെ വിടേണ്ടത്? അപ്പം രണ്ടാമത്തേൽ 1 ഓക്കെ അങ്ങനെ ആക്കിയിട്ട് 1 2 ഇവിടെ സ്റ്റെപ്പുകൾ ചെയ്യണം. 1 2 3 അപ്പോൾ സെറ്റായില്ലേ. ഇനി ഇവിടെ 1 1 2 1 2 3 1 2 3 4 ഓക്കെ. ഇനി നമുക്കിവിടെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങാം. അത് സെറ്റായില്ല. ഇനി ഇവിടെ തല സെറ്റല്ലേ. അത് സെറ്റായി. അതും പോയി. സോ നമുക്കിനി ഇവിടെ എങ്ങനെയാ? ഇവിടെ അത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? അതിങ്ങനെ ഹെൽത്തില്ല. ഹെൽത്ത് റീച്ച് ചെയ്യണേടാ എൻ്റെ ഭാഗ്യം. ഇനി ഞാൻ കഷ്ടപ്പെട്ട് ചേത്തേനെ. ഇവിടെ കുറച്ച് ഫുഡുണ്ട്. ഇവിടെ എൻ്റെ ഉള്ളിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിപ്പോൾ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. യെസ് ഇനി സാൻഡ്വിച്ച് ഒരു മിനിറ്റ് ഞാൻ
ഓ അത്ര മതി ഇല്ലല്ലേ. പിന്നെ ഒന്നും കൂടി ഞാൻ വെക്കണ്ടു. ഐ തിങ്ക് ഞാൻ ഇവിടെ നിൽക്കാം. എടാ ഓളെ ചെമ്പോടാ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡിങ് സാധനം ബിൽഡ് ചെയ്യാം. നമുക്കെല്ലാം ഇവിടെ നിന്ന് അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാമല്ലോ. ഹൊയ് 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 അത്രേ ഉള്ളൂ. ശരിയല്ല ഞാൻ നമുക്കത് ഇങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്യണം. അത് ചിലപ്പം കുറച്ച് അധികം വേണ്ടി വരും. ഓടാ വീണ്ടോ ഇത് ഞാൻ ഇപ്പം പോകുന്നില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ സ്റ്റെപ്സ് ഉണ്ടാക്കട്ടെ. കുറച്ചും കൂടി സ്റ്റെപ്സ് വേണം. ഒരിക്കലും ഇത്രയും സ്റ്റെപ്സ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും പറ്റില്ല. കുറച്ചും കൂടി ഫുഡും എടുത്തിട്ട് പോവാം. ഒന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽത്ത് റിയാണ്ടായാലേ കുക്കും മണ്ണും കൂടി എടുത്തിട്ട് പോവാം. തൽക്കാലത്തേക്ക് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഓട്ടാ ഞാൻ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ തുറക്കുന്ന നമുക്ക് എത്തിൻ്റെ ഒരു ഒത്തിരി ഗ്ലാസ് പെയിൻസ് ഉണ്ടാക്കാം. 14 ഗ്ലാസ് പെയിൻസ് ഉണ്ടാക്കി നമുക്ക് ആ ഒരു ഫാം യൂസായിട്ട് യൂസ് ചെയ്യാം. ആനിമൽ ഫാമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ചെക്ക് പോയിൻ്റ് ഏരിയ ഇല്ലേ, ചെക്ക് പോയിൻ്റ് അല്ല നമ്മളെ ഇത് ഈ പോയിൻ്റ്. ഓക്കെ നമുക്കത് യൂസ് ആക്കി ഞാൻ ചെറുങ്ങനെ തെറ്റി. വീണ് അത് ഞാൻ പറ്റിയത് തെറ്റാണോ അല്ലെങ്കിൽ കറക്റ്റാണോ? ഞങ്ങൾക്ക് പൊട്ടാ ഞാൻ എവിടെ ഞാൻ അവിടെ എന്താ അങ്ങനെ അവിടെ ഞാൻ തെറ്റാക്കി വെച്ചാ ഇപ്പുറത്തെ കറക്റ്റാണല്ലോ. ഇപ്പുറത്തെ ലെയറിങ് അവിടെ ഞാൻ എന്തോ തെറ്റിയത്. ഇപ്പുറത്തെ സൈഡ് ഞാൻ എന്തോ തെറ്റിയത്. ഇത് നോക്കിയില്ലേ? എന്നിട്ട് നമുക്ക് എന്നാലും ഇവിടെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ സെറ്റ്. അവിടെ പോയി മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പെട്ടെന്ന് പോയി അതെടുക്കട്ടെ. അതൊന്നുമില്ല. എനിക്ക് കഴിച്ച് ഇവിടെ എന്തോ ഒരു തെറ്റുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് ഇങ്ങനെ ഒരു സാധനം വെച്ചോട് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ടില്ല. ബാക്കി തിങ്ക് ഞാൻ വെച്ചിരിക്കാം. മീൻ കറക്റ്റ്. ഇത് ഇത്തിരി കൊണ്ട് മൈൻഡ് ചെയ്തെടുത്താൽ എനിക്ക് തോന്നി, ആദ്യമേ തോന്നി എനിക്ക് അങ്ങനെ എന്തോ ഇങ്ങനെ ഇതാണ് ശരിക്കും പെർഫെക്റ്റ്. പേടിയായി. ഓക്കെ ഇങ്ങനെ ബാക്കോട്ടേക്ക് പോകില്ലല്ലോ അങ്ങനെ. ഇല്ല അപ്പം ഇവിടെ ഇങ്ങനെ വെക്കാം. യെസ് ഐ ഗോട്ട് ഇറ്റ്. ഇതെന്താ ഇങ്ങനെ? വൈ ഈസ് ദിസ് ലൈക്ക് ദീസ്? ബാക്കിയെല്ലാം ശരിയായിട്ട് ഇവനെന്താ ഇങ്ങനെ? നമ്മൾ സൈഡിലൊക്കെ വെച്ചാൽ സൈഡിലോട്ടൊക്കെ വെച്ചാൽ അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ അത് ഇറ്റ്സ് എ പെർഫെക്റ്റ്. ഐ തിങ്ക് നമ്മൾ അടുത്ത മോർണിംഗിൽ ഇറങ്ങി എന്തായാലും മറ്റേ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കച്ച് ഐ തിങ്ക് അവിടെ എന്താ ഇത് മാത്രം പറ്റുന്നില്ലല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ഓട്ടോക്കാട നാട് വീട് റൂട്ടുകാട വയലപ്പട ഈ വഴി പോവാം. ബിക്കോസ് നമുക്ക് എന്തായാലും സോംബീസ് വന്നു. ഓക്കെ കൂടെ സ്പൈഡർ ഉണ്ട് അവിടെ. സോ ഗൈസ് ഈ നൈറ്റ് എനിക്ക് കേവ് പോകേണ്ടി വരും. ഞാൻ ബെഡ് കളക്ട് ചെയ്തു. ബെഡ് നമുക്ക് കയ്യിൽ വെച്ചേക്കാം. സോ അങ്ങനെ അവനെ ഒന്ന് കേവിന് ഇങ്ങോട്ടൊക്കെ വെച്ചു. ഓക്കെ അടാ ഞാൻ പൊട്ടിച്ചില്ല. അത് സൈനായ പൊട്ടിച്ചില്ല.